ബേസിക് ഗ്രാമർ അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പോഴും കിട്ടുന്നേ ഈസിനും വോസിനും വ്യത്യാസം അറിയില്ലാന്ന്. ഒരു BA ഇംഗ്ലീഷ് കഴിഞ്ഞ പയ്യൻ ഭാര്യയെ പരിചയപ്പെടുത്ത, സർ ഷീ വാസ് മൈ വൈഫ്, ഭാര്യ ആയിരുന്നു. ഒരു പെൺകുട്ടി എന്നോട് ചോദിക്കുക, സർ ആർ യു സ്മോക്ക്? സാറ് പുകയാണല്ലേ. ഒന്നാമത് ഇവര് പഠിപ്പിക്കുന്ന രാമനും രാവണൊക്കെ എന്തെങ്കിലും മനസ്സിലാവണില്ല. രാം കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാം. ഒബ്ജക്റ്റിനെ പിടിക്കുക, സബ്ജക്റ്റ് ആക്കുക, സബ്ജക്റ്റ് പിടിക്കുക, ബൈ വയ്ക്കുക, അരമാർക്ക്. ടീച്ചർ ഇത് എന്തിനാ പഠിപ്പിക്കുന്നത്? ആവോ, കാരണം എന്താ? ഞാൻ ചോദിച്ചാണ് അവരോട്. രാമൻ രാവണനെ കൊന്നു, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. രണ്ടിലും കൊന്ന ആളാരാ? രാമൻ. മരിച്ചതാരാ? രാവണൻ. അപ്പൊ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയായിരുന്നില്ലേ? രാം കിൽഡ് രാവണ എന്ന് പറഞ്ഞാൽ മതിയില്ലേ? അത് മതി മാഷ. പക്ഷെ അരമാർക്ക് കിട്ടില്ല. ഞാൻ ചോദിച്ചു, ടീച്ചർ അതാ ഇങ്ങനെ പറയാ നിങ്ങള്? യു ആർ ലവ്ഡ് ബൈ മീ, ഐ ലവിന്റെ പാസീവ് വോയിസ് പറഞ്ഞാൽ അതില്ലല്ലോ. അതെന്ത് ഉപയോഗിക്കാത്ത? ആവോ, അൺസയന്റിഫിക് മെത്തഡ്. അത് നമ്മൾ നശിച്ചു പോയത്. ഇനി മലയാളീകരിച്ചൊരു ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ നിങ്ങള്. ഹി കംസ്, അവൻ വരുന്നു. ഈസ് കമ്മിങ്, വരികയാകുന്നു. ഹാസ് കം, വന്നിട്ടുണ്ട്. ഹാസ് ബീൻ കമ്മിങ്, വന്നുകൊണ്ടിരിക്കുക. അന്നിരുന്നിരിപ്പോ ഓരോരുത്തരും. പിന്നെ എന്നിട്ടില്ലേ?